ഇവിടെ വന്നപ്പം ഐലൻഡിൽ നിന്ന് ഇവരെന്താ ഉദ്ദേശിച്ചത് മനസ്സിലാവില്ല. ഇവിടെ മെയിൻ ആളാണ്, തവസി എന്നാണ് മൂപ്പരെ പേര്. അപ്പൊ ജാക്കറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ നിന്ന് സെക്കൻഡ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ മീൻ ഇവർ പിടിക്കുന്ന മീന് കാര്യങ്ങളൊക്കെ അവര് സ്പോട്ടിൽ പൊരിച്ചിരുന്ന സംഭവമാണ്. മസാല അടിപൊളിയാ. ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നമസ്കാരം. തേർഡ് വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഹൊഗനക്കൽ വാട്ടർഫോൾസിലാണ്. തമിഴ്നാട് സ്റ്റേറ്റിലാണ് ഇതുള്ളത്. അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഹൊഗനക്കൽ വാട്ടർഫോൾസ് എത്തിയിട്ട് കാണാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഹൊഗനക്കൽ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ ഇപ്പോൾ പോകാൻ പോകുന്നത് ബോട്ടിങ്ങിനാണ്. അതായത് നമ്മുടെ കൊട്ടത്തോണിയിലാണ് ഇവിടുത്തെ കറക്കവും കാര്യങ്ങളൊക്കെ. അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് കൊട്ടത്തോണിയിൽ കയറി കാണാം. ഇതാണ് ഹൊഗനക്കൽ ടൗണ്. അത്ര വലിയ ടൗണൊന്നും അല്ലെങ്കിൽ കൂടി ഇവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഹോട്ടലുണ്ട്, അതേപോലെ ചെറിയ ചെറിയ തട്ടുകടകളുണ്ട്. അപ്പോൾ നമുക്ക് ഭക്ഷണം എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് വേണമെങ്കിൽ പോവാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞ ദോശ എത്തിയിട്ടുണ്ട്. ഇനി ഒരു 2 ഹാഫ് ബോയിലും കൂടി പറഞ്ഞിട്ടുണ്ട്, അതായത് ബുൾസൈ. അപ്പോൾ ഞാനത് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മളിതാ ബോട്ടിങ്ങിന് പോകാൻ പോവാണ്. നമുക്കിവിടെ ഒരു ഗൈഡിനെ കിട്ടിയിട്ടുണ്ട്. ഇതാ തവസി എന്നാണ് മൂപ്പരെ പേര്. മൂപ്പര ഇവിടെ മെയിൻ ആളാണ്. അപ്പം നമുക്കിവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ മൂപ്പരാണ് അറേഞ്ച് ചെയ്ത് തരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ട് കാണാം. തവസനെ പോവാം. അപ്പൊ ജാക്കറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. ബോട്ടിങ്ങിന് പോവാം. കമാ. യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ടിക്കറ്റ് എടുത്ത സ്ഥലത്ത് നിന്ന് ഒരു പോയിന്റിലേക്ക് പോകും. അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വാട്ടർഫോൾസിലേക്ക് നടക്കണം. ഈ രാജേന്ദ്രേട്ടൻ ഈ കൊട്ടത്തോണി എടുത്തിട്ട് അങ്ങോട്ട് വരും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം. നമ്മൾ നടക്കണമാ. അപ്പൊ ഇതാ നമ്മളൊരു സ്പോട്ടിൽ ഇറക്കിയിട്ട് മൂപ്പര് അത് കൂടെ ചുറ്റി വരികയാണ്. അപ്പൊ നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ വെള്ളത്തിന്റെ ഷോപ്പ്, അതേമാതിരി സ്നാക്സിന്റെ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഇതാ നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ നിന്ന് സെക്കൻഡ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. വെള്ളം ഭയങ്കര കുറവാണ് ഇവിടെ. ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ, വളരെ കുറവാണ് വെള്ളം. അപ്പം നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ മേലെ കാണുന്ന സംഭവം നിങ്ങൾ കണ്ടില്ലേ. അപ്പം ജൂൺ ജൂലൈ മാസം വന്നു കഴിഞ്ഞാൽ അതിൽ കൂടെ ഒക്കെ എല്ലാ സൈഡിൽ കൂടി വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകും. ആ സമയത്ത് നമുക്ക് ഈ താഴത്ത് കൂടെ ഉള്ള പോക്ക് നടക്കൂല. ആ സമയത്ത് നമ്മൾ മേലെ കൂടെ വന്നിട്ട് മേലെ നിന്ന് നമുക്ക് ഇത് വാട്ടർഫോൾസ് കാണാൻ പറ്റുള്ളൂ. നമുക്ക് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വളരെ കുറവായതിനെ കൊണ്ടാണ് ഇപ്പം നമുക്കിങ്ങനെ പോകാൻ പറ്റുന്നത്. യെസ്, അപ്പോൾ നമ്മുടെ ചേട്ടൻ നമുക്ക് ഓരോ ചെറിയ ചെറിയ ഫോൾസും, കാരണം വലിയ വലിയ വെള്ളച്ചാട്ടം ഇല്ല, വെള്ളം കുറവായതിനെ കൊണ്ട്, പക്ഷേ ഓരോ ചെറിയ ചെറിയ ഫോൾസിൻ്റെ ഇടയിൽ നിർത്തിയിട്ട് 2-3 മിനിറ്റ് നിന്ന് എൻജോയ് ചെയ്തോ, കാര്യങ്ങൾ വീഡിയോസൊക്കെ എടുത്തോ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ഒരു ഐലൻഡിലേക്കാണ്. ഐലൻഡ് ഇതാണ് പറഞ്ഞത്, നമുക്ക് അവിടെ പോയി നോക്കാം എന്താ സംഭവം എന്ന്. അവിടെ ഇപ്പോൾ നേരത്തെ കണ്ടില്ലേ നമ്മൾ മീൻ പിടിക്കുന്നത്, ആ മീൻ പിടിക്കുന്ന സ്പോട്ടിൽ അവർ ഉണ്ടാക്കിയിട്ട് തരും, നമുക്ക് പൊരിച്ചിട്ട് തരും. പിന്നെ അതേപോലെ തന്നെ ബോഡി മസാജ്, ഹെഡ് മസാജ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇത് പൊളിയാട്ടാ, ഇത് സൂപ്പറാണ്, അടിപൊളി. എന്താ സൈഡിലാണ് மீன் போட்டோ மட்டும் எடுக்கணுமாமா. மசாஜ் இல்லைங்க, மசாஜ் இல்லை. சினி கோஸ் இருக்குல்ல, சினி கோஸ் இந்த சென்டர்ல சரிம்மா. ಇದೆಲ್ಲ 150 ಕೊಟ್ಟಾಡು 150 ಇದು 150 ಪೀಸ್ 100 അങ്ങനെ നമ്മൾ നേരത്തെ ഇവർ പറഞ്ഞ ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പം ഐലൻഡിൽ നിന്ന് ഇവരെന്താ ഉദ്ദേശിച്ചത് മനസ്സിലാവില്ല. ഇതെന്താ വെച്ചാൽ ചെറിയൊരു കരയാണ്. അപ്പോൾ ഇവിടെ ഈ മീൻ, ഇവർ പിടിക്കുന്ന മീന് കാര്യങ്ങളൊക്കെ ഇവർ സ്പോട്ടിൽ പൊരിച്ചിരുന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം, മീൻ പൊരിച്ച് എങ്ങനെയുണ്ട് നോക്കാം. ഇതെവിടെ ചേച്ചി നമ്മൾ പൊരിക്കാൻ വാങ്ങിയ മീൻ വൃത്തിയാക്കാണ്. റെഡിയോ? ഓക്കെ, ഞാൻ നാളെ വിടാം കേട്ടോ. ചേച്ചി ഇത് മീൻ ഏതാണ്? കട്ട്ല. இப்ப அங்க வறுக்குறாங்கல்ல அதே மீன் சேம் அல்ல. இது வேற, இது கறி மீன், இது சின்ன மீன். அது அங்க அங்க போட்டுருக்குல்ல, அதோட மீன். വന്നത് കാവേരി റിവർ കൂടിയാണ്. അപ്പുറം കാണുന്നതാണ് കർണാടക. അവിടെ കുറച്ച് കൊട്ട തോണികൾ കാണാൻ നിങ്ങൾക്ക്. അത് കർണാടക ടൂറിസം ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അടിയിലാണ്. ഇപ്പം നമ്മൾ വന്നത് തമിഴ്നാട് ടൂറിസം ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അടിയിലുള്ള ബോട്ടിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത്. നമുക്ക് എന്തായാലും പൊരിച്ചത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതെങ്ങനെയുണ്ടെന്ന് പോയി നോക്കാം. മസാലയൊക്കെ അടിപൊളിയാ. இல்ல அது அங்க கட் பண்ணதுல அது ഓ യാറിവൻ കല്ല തുക്കി പോകണുണ്ടോ? ഇതല്ല നേക്കാണ്. അല്ല, ഇതില് പ്രശ്നം പറ്റി എന്താ പറയാ, ഏറ്റവും കയറിയിട്ട് ശ്വാസം കൂട്ടിട്ടേ അപ്പൊ തന്നെ മൂപ്പരുത് ഇപ്പോഴേക്ക് എനിക്ക് ഇവിടെ എത്തി. அப்படியே ரோல் பண்ணிக்கணும். சொல்றலாம் அப்புறம் அமௌண்ட் பிடிக்கிறாங்க.
അപ്പോൾ നമ്മളെ കൊട്ടത്തോണിത്തെ റൈഡ് കഴിഞ്ഞ് ഇപ്പം നമ്മൾ തിരിച്ചെത്താനായി. അപ്പോൾ ഇവിടെ മസാജ് ഉണ്ട്, ബോഡി മസാജ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, അതിന് പല പല റേറ്റുകളാണ്. ഫുൾ ബോഡി മസാജ് 400-500 റുപ്പീസിൻ്റെ അടുത്താണ് വരുന്നത്. പിന്നെ ഹെഡ് ഷോൾഡർ മാത്രം ചെയ്യുന്നതിന് 250, 300 ഒക്കെയാണ് റേറ്റ് വരുന്നത്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഇപ്പൊ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഹെഡും ഷോൾഡറും മാത്രമാണ് ചെയ്യുന്നത്. 250 റുപ്പീസ് അവർ പറഞ്ഞ് 200-ന് ചെയ്തുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ചെയ്തു നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അല്ല, ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. ഇത് അപാര പിടുത്ത പിടിക്കുന്ന വരിക. വിടല്ലേ വിടല്ലേ, ബാക്കോട്ട് വിടല്ലേ. ഓയിലിട്ട് என்ன மணியாண்ணா அப்படியே குழியா போட்டு பொச்சிடுங்க. அண்ணா சும்மா சொல்லுது பொதிக்கிறதுக்கு, அப்படியெல்லாம் பண்ணாதா. பார்த்துருக்க முன்னாடி நிறைய வாட்டி. അങ്ങനെ നമ്മുടെ മസാജ് കഴിഞ്ഞിട്ട് കുളിക്കാൻ പോവാണ്. ഇതാപ്പോൾ നമ്മളെ കൊട്ടത്തോണിയിലുള്ള യാത്ര കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോവാണ്. മസാജിങ് ഒന്നും പറയാനില്ല. കണ്ണൊക്കെ കണ്ടില്ല നിങ്ങൾ, കണ്ണിലൊക്കെ അവർ ഒരു എണ്ണ വെച്ചിട്ട് പ്രത്യേക പ്രയോഗം നടത്തി. സൈഡായിട്ടുണ്ട്. ഇനി റൂമിൽ പോയിട്ട് കുളിച്ച് മാറ്റിയിട്ട് ഇവിടെ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ഇനി പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ കാണാത്ത ആൾക്കാർ വീഡിയോ കാണുക, ചാനൽ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.